ഹലോ ഗായ്സ്. ഞാൻ വീണ്ടും വന്ന് ഗായ്സ് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ഫോണിന്റെ പേര് വേറൊന്നുമല്ല. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറയാനുണ്ട്. ഈ ഫോണിലെ ചില കോമ്പോണൻസിന്റെ പേരില്ലേ, നൈസായിട്ട് എൻ്റെ വായിൽ കിട്ടത്തില്ല. അപ്പൊ നൈസായിട്ട് ആരെങ്കിലും ചീത്ത വിളിക്കണ പോലെ തോന്നിയാൽ എന്നോട് ക്ഷമിക്കണം. അതോ ഈ ഫോണിന്റെ ഓരോ കോമ്പോണൻസിന്റെ പേരാണ്. ആരെ ഞാൻ ചീത്ത വിളിക്കണമെന്നല്ല, അതിന്റെ പേരങ്ങനെ കൊണ്ടാണ്. എന്നോട് അങ്ങനെ ആരും വൈരാഗ്യമൊന്നും വെക്കല്ലേ, ഓരോന്റെ പേരാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ ഗൈസ്, ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണ ഫോണിന്റെ പേരാണ് ഹുവായി പൂറ. സത്യമായിട്ടും ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. ഹുവായി പൂറ 90 Pro Max. അതാണ് ഈ ഫോണിന്റെ പേര്. അതാണ് ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ പറഞ്ഞത്. ഞാൻ ആരെ തെറി വിളിക്കണല്ല, ഫോണിന്റെ ഓരോ കോമ്പോണൻസിന്റെ പേര് ഇങ്ങനെയാണ്. ഓക്കെ, അതാണ് ഈ ഫോണിന്റെ പേര്. എന്താണ് ഗൈസ് ഇങ്ങനെയൊക്കെ പേരിട്ട പൂവിന്റെ പൊന്നോ. കടയിലൊക്കെ പോയിട്ട് ചേട്ടാ ഒരു ഹുവായി അങ്ങനെ പറഞ്ഞ അവന്മാര് തെറി വിളിക്കുന്ന നമ്മുടെ ചപ്പക്കുരി കൂടെ അടി തരുമാതിരി. അവിടെ അല്ലെ പറയുമ്പോൾ സൂക്ഷിച്ചു പറയാം, അല്ലെങ്കിൽ ഒരു ബുക്കിൽ എഴുതി ഫോണിന്റെ പേര് ഇങ്ങനെ എഴുതിയിട്ട് അവരെ കൊണ്ടുപോയി കാണിക്കുക, അല്ലെങ്കിൽ റിസ്ക് ഭയങ്കരമാണ്. അപ്പൊ ഇനി ഫീച്ചേഴ്സിനോട് കൊടുക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്. ഈ ഫോണിന്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ, ഈ ഫോണിന്റെ ഡിസ്പ്ലേ വരുന്നതെന്ന് പറഞ്ഞില്ലേ ഗൈസ്, 6.9 ഇഞ്ചിന്റെ 6.9 ഇഞ്ചിന്റെ LTPO OLED ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് തന്നെ. ഡൈനാമിക് അല്ല, 6.9 ഇഞ്ചിന്റെ സാധാരണ LTPO OLED ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് തന്നെ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നിങ്ങളിപ്പോൾ എൻ്റെ മുഖത്ത് കാണണ്ടല്ലോ. പിന്നെ ഗൈസ്, ഡിസ്പ്ലേ ഞാൻ റിഫ്രഷ് റേറ്റ് ആണ് എല്ലാ ഫോണുകളിലും ഉള്ള പോലെ തന്നെ 120 Hz ആണ് ഈ ഫോണിന്റെ റിഫ്രഷ് റേറ്റ് തന്നെ എന്ന് പറഞ്ഞാൽ. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ചാൽ ഗൈസ്, റിഫ്രഷ് റേറ്റ് ഞാൻ എന്തായിരുന്നു ഗൈസ്. ഈ ഫോണിന്റെ പ്രൊസസ്സർ പറഞ്ഞില്ലേ, പവേർഡ് കിറിൻ. കേട്ടതാ, കിറിൻ. ഞാനതാ പറഞ്ഞ. ഇങ്ങനെ കുറെ പേരുകളുണ്ട്, നമുക്ക് വായിക്കിട്ടത്തില്ല. അങ്ങനെ കുറെ പേര്, അതൊരു പേരാണ് കിറിൻ. പവേർഡ് കിറിൻ 9030S. ഓക്കെ, കിറിൻ. എന്തൊക്കെ പേരാണ്. പ്രൊസസ്സറിന്റെ പേരാണ് പവേർഡ് കിറിൻ 9030S. അതാണ് ഇതിന്റെ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സെറ്റ് അല്ലേ ഗൈസ്. പിന്നെന്ന് വെച്ചാൽ ഈ ഫോണിന്റെ എന്തായിരുന്നു, ഈ ഫോണിന്റെ എന്ന് വെച്ചാൽ എന്തായിരുന്നു, അശ്യോ ഗൈസ് എനിക്ക് ചെറുതൊരു മറവിയുണ്ട്. ഞാൻ ഓർത്ത് നോക്കട്ടെ. ഇപ്പൊ ഞാൻ പ്രൊസസ്സർ പറഞ്ഞു. പ്രൊസസ്സർ കഴിഞ്ഞാൽ എന്തായിരുന്നു ഗൈസ്, ഈ ഫോണിന്റെ ക്യാമറ ഗൈസ് ഞാൻ പറയാം. എല്ലാ ഫോണുകളിലെ പോലെ ക്യാമറയാണ് ഈ ഫോണിൽ വരുന്നത്. വേറെ ഒന്നുമല്ല, 50 MB പ്രൈമറി ക്യാമറ, പിന്നെ 40 MB അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ക്യാമറ, പിന്നെ 200 MB ടെലിഫോട്ടോ. അതാണ് ഈ ഫോണിൽ വന്നേക്കാന്ന് പറഞ്ഞത്. ഓക്കെ, സെറ്റ് അല്ലേ. പിന്നെ റാം എന്ന് പറഞ്ഞാൽ 12 GB ആൻഡ് 16 GB റാം. പിന്നെ 1 TB വരെയാണ് നമുക്ക് സ്റ്റോറേജ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ. പിന്നെ ഗൈസ് അടുത്തെന്ന് പറഞ്ഞാൽ ഈ ഫോണിന്റെ ബാറ്ററിയാണ്. വേറെ ഒന്നുമല്ല, 6000 ആണ് ഗൈസ്. 6000 mAh ഒരു ബാറ്ററിയാണ് ഗൈസ് ഫോൺ വരുന്നത് പറഞ്ഞാൽ. ഓക്കെ, 6000 mAh ബാറ്ററി. പിന്നെ എന്തായിരുന്നു ഗൈസ്, ബാറ്ററി ഞാൻ എന്തായിരുന്നു ഗൈസ്, ഈ ഫോണിലെ 5G സപ്പോർട്ട് ചെയ്യും കേട്ടോ. 5G സപ്പോർട്ട് ചെയ്യും. പിന്നെ എന്തായത് ഫിംഗർ പ്രിന്റ് സെൻസറുണ്ട് ഗൈസ് ഈ ഫോണിൽ. ഓക്കെ, പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഇതിന്റെ എന്താ പറയുക ഗൈസ്, ചാർജിങ് എന്ന് പറഞ്ഞാൽ ഗൈസ് 100 വാട്ടിന്റെ വയേർഡ് സൂപ്പർ ചാർജ് ആണ് വരുന്നത്. 100 വാട്ടിന്റെ വയേർഡ് സൂപ്പർ ചാർജ്. അതിന് കുറഞ്ഞതുകൊണ്ട് 80 വാട്ടിന്റെ വയർലെസ് സൂപ്പർ ചാർജ്. അതാണ് ഈ ഫോണിൽ വന്നതെന്ന് പറഞ്ഞാൽ. ഓക്കെ, ഈ 2 ടൈപ്പാണ് ഈ ഫോണിൽ വന്ന ചാർജിങ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സെറ്റ് അല്ലേ ഗൈസ്. ഓക്കെ, പിന്നെന്താന്ന് വെച്ചാൽ ഗൈസ്, ഇപ്പൊ ഞാൻ ചാർജിങ് കഴിഞ്ഞു ഗൈസ്. ഈ ഫോണിന്റെ സോഫ്റ്റ്വെയർ തന്നെ എന്ന് പറഞ്ഞില്ലേ, വേറെ ഒന്നുമല്ല. സോഫ്റ്റ്വെയർ എന്തായിരുന്നു, ഹാർമോണി OS 6.1. അതാണ് ഈ ഫോണിന്റെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, പിന്നെന്തായിരുന്നു ഗൈസ്, ഈ ഫോണിന്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ IP68 ആൻഡ് IP69 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ആട്ടോ. അറിയാലോ, എല്ലാ ഫോണുകളിലും കണ്ടിട്ടുണ്ട്. ഇപ്പൊ വെള്ളത്തിൽ വീണാലൊന്നും പറ്റത്തില്ല, കേടൊന്നും ആവില്ലട്ടോ, ഉറപ്പരാ. ഓക്കെ, സെറ്റ് അല്ലേ ഗൈസ്. പിന്നെ ഈ ഫോണിന്റെ വില എന്ന് പറഞ്ഞാൽ എത്രയാണ്, വില എത്രയാണ് 900. അയ്യോ 900 അല്ല, 900. അല്ലോ എന്റെ പൊന്നോ, 99 എന്റെ പൊന്നോ, കാക്ക 9. അയ്യോ അതുമല്ല. സോ ഗൈസ്, ഞാൻ ഇംഗ്ലീഷ് പറയാം, മലയാളത്തിൽ പറയാൻ ഞാൻ എന്തൊക്കെ മണ്ടത്തരം പറയാണ്ട്. 99,990. ഓക്കെ, ഇതാണ് ഈ ഫോണിന്റെ വില എന്ന് പറഞ്ഞാൽ. സെറ്റ് അല്ലേ ഗൈസ്.
ഈ ഫോൺ ഒരു ബഡ്ജറ്റ് ഇതൊരു ബഡ്ജറ്റ് ഫോൺ ഗൈസ്. ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിനെക്കാളും നല്ല കിടിലെ ഫോണുകളുണ്ട് 1 lakhന് പറ്റുന്ന നല്ല കിടിലെ ഫോണുണ്ട്. ഇതിനെക്കാളും കുറെ ഫീച്ചേഴ്സ് ഉള്ള ഫോണുകളുണ്ട്. അപ്പൊ ഞാൻ ഈ ഫോണിന്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഇതിനെക്കാളും കിടിലും കുറെ ഫീച്ചേഴ്സും കുറെ അഡ്വാൻസ് ഫീച്ചേഴ്സ് കുറെ അടിപൊളി കുറെ ഫോണുകളുണ്ട്. അപ്പൊ ആ പ്രൈസ് റേഞ്ച് ഈ 1 lakhന് അടുത്തുണ്ട് ഈ ഫോണിന്റെ വില. 9,000 10 രൂപയുടെ വ്യത്യാസം ഉള്ളൂ. ആ പൈസക്കാണെങ്കിൽ ഈ ഫോൺ വെറുത്താണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഒറ്റ ഉത്തരത്തിൽ പറയും വെറുത്തല്ല. ഓക്കെ, ഞാൻ പറയും ഗൈസ്. കാരണം ഇതിന് നല്ല കിടിലെ ഫീച്ചേഴ്സ് ഉള്ള ഫോണൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് പറഞ്ഞുള്ളൂ ഗൈസ്. അപ്പൊ ഇത്രേ ഉള്ളൂ ഗൈസ്. ഈ ഫോണിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് പറയാൻ ഞാൻ വന്നേക്കണം ഗൈസ്. അപ്പൊ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി അടുത്തൊരു കണ്ടന്റ് ഐഡിയ വീണ്ടും വരുന്നത്. ഇറ്റ്സ് മീ സാവിയോ സൈനിങ് ഔട്ട് ഗൈസ്. ബൈ.